നിങ്ങളുടെ പൈ KYC-കളൊക്കെ ഇപ്പൊ പെൻഡിങ്ങിലാണോ? ആണോ? ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാലിഡേറ്റർ പ്രോഗ്രാമിൽ ചേരാം. പൈയുടെ ഒരു വാലിഡേറ്റർ പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിൽ ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ KYC-കൾ വാലിഡേറ്റ് ചെയ്യാം. മീൻസ് വല്ലവരുടെ എടുത്തുള്ള ആൾക്കാരുടെ KYC ഒക്കെ. ഇപ്പൊ കുറെ ആൾക്കാർ വാലിഡേറ്റർ പ്രോഗ്രാമിൽ കയറിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വാലിഡേഷൻ നടക്കും ഈ KYC-കളുടെ. ഇപ്പൊ തൽക്കാലത്തേക്ക് എല്ലാം പെൻഡിങ് ആയിട്ട് കിടക്കണം. മനസ്സിലായോ? കുറെ പെൻഡിങ് ആയിട്ട് കിടക്കണം. അതിനർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരില്ല വാലിഡേറ്റർ ആയിട്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ KYC പെൻഡിങ് ആയിട്ട് വന്ന് നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ചെയ്യും മാസങ്ങളായി, ഒരു കൊല്ലം എന്റെ KYC എന്താ ഇപ്പോഴും അപ്രൂവൽ കിട്ടാത്തതെന്നുള്ള ചോദ്യം നിങ്ങൾ ചിന്തിക്കണ്ടാവും. അതിനുള്ള ഉത്തരമാണത്. മീൻസ് വാലിഡേറ്റേഴ്സ് ഇല്ല. മീൻസ് KYC-യുടെ നമ്പർ അനുസരിച്ചിട്ട്, മീൻസ് പെൻഡിങ് ലിസ്റ്റിൽ നിൽക്കുന്ന KYC-കൾ, അപ്രൂവൽ ആവാൻ വേണ്ടി നിൽക്കുന്ന KYC-യുടെ നമ്പർ അനുസരിച്ച് വാലിഡേറ്റേഴ്സ് ഇല്ല. ആ വാലിഡേറ്റേഴ്സ് വേണമെങ്കിൽ നിങ്ങൾ തന്നെ, അതായത് നിങ്ങളുടെ സർക്കിളിലുള്ള ആൾക്കാർ മുന്നേ വാലിഡേറ്റർ പ്രോഗ്രാമിൽ കയറിയിട്ട് നിങ്ങൾ വാലിഡേറ്റ് ചെയ്യുക. വാലിഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗുണങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാശ് കിട്ടും, പൈ കിട്ടും വാലിഡേഷന്. ഈച്ച് അക്കൗണ്ട് വാലിഡേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കാശ് കിട്ടും. മീൻസ് നിങ്ങൾ തെറ്റി വാലിഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, വേറെ വാലിഡേറ്റർ ഉണ്ടോ അങ്ങനെ ആള് നോക്കും. അങ്ങനെ കുറെ ആൾക്കാർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻസ് സിങ്ക്രണൈസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം അത് അപ്രൂവൽ ആവുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് കാശ് കിട്ടും, പൈ കോയിൻസുകൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഓരോ വാലിഡേഷൻ അനുസരിച്ച്. അപ്പൊ നിങ്ങൾക്ക് സൈഡ് ഇൻകം കൂടി കിട്ടാണ് ഈ പരിപാടിക്ക്. അതും കൂടി നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ വാലിഡേറ്റർ പ്രോഗ്രാമിൽ കയറാം, ഈച്ച് അക്കൗണ്ട് വാലിഡേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് പൈ വാലിഡേറ്റ് ചെയ്യപ്പെടും. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് KYC കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ പൈ അക്കൗണ്ടിൽ നിന്നുള്ള പൈ നിങ്ങൾക്ക് നിങ്ങളുടെ വാലിറ്റിക്ക് മാറ്റാം. പിന്നെ എക്സ്ട്രാ പൈയുണ്ട്, അത് കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി പകുതി പൈ മീൻസ് എമൗണ്ട് പൈ, ആ പൈ നിങ്ങളുടെ വാലിറ്റിക്ക് മാറ്റണമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരാണെങ്കിൽ കുഴപ്പമില്ല. അത്ര നല്ല കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ സെറ്റാക്കാം. പക്ഷേ നിങ്ങളുടെ കൂട്ടുകാരില്ലാത്തവരാണെങ്കിൽ കുറച്ചും കൂടി പ്രയാസമായിരിക്കും. ഇതിന് പൈ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് അവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ലേ, അവർക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അവരെ പൈ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് പോവാണ്. അവർ പോപ്പപ്പ് വരും. ആ പോപ്പപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അത് ഞെക്കിയിട്ട് ഒരു മെസ്സേജ് വന്നു. അപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അത് വാലിഡേറ്റ് ചെയ്യാം. അങ്ങനെ വാലിഡേറ്റ് ചെയ്യണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. അത് കാര്യം മനസ്സിലാക്കണം. അത് അവരുടെ വ്യക്തിപരമായ ഇഷ്ടമാണ്. മനസ്സിലായോ? അവർക്ക് എന്ത് തോന്നുന്നു അങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ നമ്മളൊരു മെസ്സേജ് അയക്കുകയാണ് വാലിഡേറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൾക്ക് മെസ്സേജ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് പല തോന്നലും തോന്നാം. അതൊക്കെ അനുസരിച്ചിരിക്കും മീൻസ് നിങ്ങളുടെ വാലിഡേഷൻ നടക്കാൻ ആ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന്. എല്ലാവരും വാലിഡേഷൻ നടത്തണം, ഓരോ വ്യക്തികൾ നടത്തണ്ടേ. അപ്പൊ ആ ഒരു പ്രത്യേക വ്യക്തിയുടെ അടുത്ത് നിന്ന് അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ആളുടെ സ്വഭാവമൊക്കെ അനുസരിച്ചിരിക്കും അത് ആള് വാലിഡേറ്റ് ചെയ്യുന്നുള്ളൂ. മനസ്സിലായി? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇത് ഒരു പൈ ഡെവലപ്പേഴ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. മീൻസ് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് വാലിഡേഷനോ നിങ്ങളുടെ KYC പ്രോസസ്സ് നടക്കണില്ലേ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ആൾക്കാർ നിങ്ങളുടെ ഗ്രൂപ്പിൽ പൈ അക്കൗണ്ട് മിന്റ് ചെയ്യുന്ന ആൾക്കാർ, പൈ അക്കൗണ്ടിൽ പൈ മിന്റ് ചെയ്യുന്ന ആൾക്കാർ, അവര് ഇപ്പൊ വാലിഡേഷൻ പെൻഡിങ് ആണെങ്കിൽ KYC പെൻഡിങ് ആണെങ്കിൽ അവരോടൊക്കെ വാലിഡേറ്റർ ആകാൻ പറഞ്ഞാൽ മതി. ഇപ്പൊ എടുത്തുള്ള ആൾക്കാർ ക്ലോസ് നെറ്റിലുള്ള ആൾക്കാരൊക്കെ വാലിഡേഷൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്തുള്ള ആൾക്കാരൊക്കെ ഈ പരിപാടി വാലിഡേഷൻ തുടങ്ങിയ പെട്ടെന്ന് KYC കംപ്ലീറ്റ് ആവും. അപ്പൊ നമുക്ക് എല്ലാവർക്കും കാശ് മാറ്റി നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കിട്ടി, നമുക്ക് കാശ് കിട്ടി, നമ്മൾ ഹാപ്പി. നമ്മുടെ വാലിഡിറ്റിക്ക് മാറ്റാം, ലോക്കപ്പ് ചെയ്യാം, ലോക്കപ്പ് ചെയ്യാണ്ടിരിക്കാം 2 വർഷത്തേക്ക്, അല്ലെങ്കിൽ 1 വർഷത്തേക്ക് ലോക്കപ്പ് ചെയ്യാം, ലോക്കപ്പ് ചെയ്യാണ്ടിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ലോക്കപ്പ് ചെയ്തതിന് ശേഷം ഒരു പ്രത്യേക സമയം കഴിഞ്ഞ് നമുക്ക് വലിക്കാം കാശ്. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ചെയ്യണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മാർച്ച് 15 ആകുമ്പോഴേക്കും ഗ്രേസ് പീരീഡ് കഴിയും. ഗ്രേസ് പീരീഡ് അല്ല, ഈ പൈയുടെ പീരീഡ് കഴിയും. ഒരു കട്ട് ഓഫ് പീരീഡ് ഉണ്ട്. ഇതിനുള്ളിൽ നടന്നില്ലെങ്കിൽ നിങ്ങളുടെ പൈ കോയിൻ പോകാനുള്ള സാധ്യത ഉണ്ട്. പൈ കോയിൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര കാലം ഇങ്ങനെ ഞെക്കിയിരിക്കുന്ന സമയം കളഞ്ഞില്ല, ഞെക്കി സമയം കളഞ്ഞാൽ അതൊക്കെ വൃത്തിയാവും. അപ്പൊ നിങ്ങൾ ഇത് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് വാലിഡേഷൻ കംപ്ലീറ്റ് ആവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടെന്ന് വെക്കുക നിങ്ങളുടെ കാശ്. അത് നിങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാലിഡേറ്റർ ആവാം. വാലിഡേറ്റർ ആയിട്ട് വാലിഡേഷൻ നടത്തി പരമാവധി സ്പീഡപ്പ് ചെയ്യുക വാലിഡേഷൻ. നിങ്ങൾക്ക് പൈ കോയിനും കിട്ടും. അതിനൊപ്പം നിങ്ങൾ
പലവരുടെ KYC നിങ്ങൾ വാലിഡേറ്റ് ചെയ്യുകയും ചെയ്യും. പ്ലസ് നിങ്ങളുടെ KYC ചിലപ്പോൾ നിങ്ങൾ വാലിഡേറ്റ് ചെയ്യപ്പെടാം. അപ്പൊ നിങ്ങൾക്ക് കാശ് മുന്നും കിട്ടും. നിങ്ങൾ ഹാപ്പി, അവരും ഹാപ്പി, എല്ലാവരും ഹാപ്പി. നമ്മൾ പയ്യെ വാലിഡിറ്റിക്ക് മാറ്റുന്നു, കഴിഞ്ഞു. പിന്നെ നമുക്ക് വിൽക്കാണ്ടിരിക്കുക. അത്ര പിന്നെ കാര്യം മനസ്സിലാക്കണം. മാർച്ച് 15 ശേഷം നമുക്ക് ചെയ്യാൻ പറ്റില്ല. മാർച്ച് 15 ഒരു കട്ട് ഓഫ് ടൈം ഉണ്ട്. പിന്നെ ആൾ സീസൺ തുടങ്ങണം. ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ചു, ബിറ്റ് കോയിൻ ഇപ്പൊ $93,000 ഏതൊരു $2,400 എത്തി നമുക്ക് പറയാം. എങ്ങനെ പോയാലും ബിറ്റ് കോയിൻ കയറാനാ പോണേ. കഴിഞ്ഞു. മീൻസ് വെബ് 2യുടെ ഒരു സാച്ചുറേഷൻ പോയിന്റിലും വെബ് 3യുടെ ഒരു തുടക്കമാണ് ഇപ്പൊ കാണുന്നത് നമ്മൾ. ഇത് പെട്ടെന്നായിരിക്കും ലോകം തന്നെ മാറും. ലോകം തന്നെ പെട്ടെന്ന് മാറും. നമ്മൾ ഒരു കാലഘട്ടത്തിൽ കണ്ട ഫേസ്ബുക്ക് അല്ല ഇന്നത്തെ ഫേസ്ബുക്ക്. ഫേസ്ബുക്ക് ഇപ്പൊ ഒരു ചത്ത ഒരു സെമിറ്റേറി പോലത്തെ ഒരു സ്ഥലമാണ്. കുറെ ഫേക്ക് അക്കൗണ്ടിന്റെ ഒക്കെ ഒരു സ്ഥലമാണ്. ഞാൻ എപ്പോഴാണ് പെട്ടെന്ന് അടുത്ത ലോകത്തേക്ക് മാറുന്നില്ല. ലോകം തന്നെ മാറിയെന്ന് വരും. ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കും അടുത്ത ജനറേഷനൊക്കെ ചിന്തിക്കും ഇങ്ങനത്തെ ലോകം ഉണ്ടായിരുന്ന ഏലിയനേറ്റഡ് ആയിട്ടുള്ള ഫീലിംഗ് കിട്ടും. നിങ്ങൾ ഒരു 20 വർഷം മുമ്പത്തെ കാലഘട്ടം നിങ്ങൾ നോക്കി നോക്കും. അപ്പൊ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനത്തെ ലോകം ഉണ്ടായോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അത്ര മാറ്റമാണ് ലോകത്തിന് വന്നത്. അർബനൈസേഷനും മറ്റു കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട്, പിന്നെ ടെക്നോളജിക്കൽ ഷിഫ്റ്റുകളൊക്കെ കാരണം കൊണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, മീൻസ് ഇപ്പൊ തന്നെ വാലിഡേഷൻ പ്രോഗ്രാമിൽ കയറി വാലിഡേറ്റ് ചെയ്യുക. കൂട്ടുകാരോടൊക്കെ പറയാം വാലിഡേറ്റ് ചെയ്യാൻ. പിന്നെ അടുത്തുള്ള ആൾക്കാരോടൊക്കെ പറയാം വാലിഡേറ്റ് ചെയ്യുക. ക്ലോസിനിട്ട് നമ്മുടെ അടുത്തുള്ള ആൾക്കാർ കിട്ടാം. അങ്ങനെ പെട്ടെന്ന് കഴിയും. പിന്നെ നമുക്ക് നമ്മുടെ കാശും നമുക്ക് വാലിഡിറ്റി മാറ്റി നമുക്ക് വിൽക്കാണ്ടിരിക്കുക. നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ എനിക്ക് പറയാൻ ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.